തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ തന്നെ LDFിൻ്റെ ചീഫ് ഇലക്ഷൻ ഏജൻറ്റ് സ്ഥാനാർത്ഥി ഉൾപ്പെടെ അന്ന് പരാതി കൊടുത്തിരുന്നു. പക്ഷേ ആ പരാതിക്ക് പിന്നീട് പരിഹാരം ഉണ്ടായില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ പ്രശ്നത്തെ ലഘൂകരിക്കുകയാണ് ചെയ്യുന്നത്. ആ ലഘൂകരിക്കുന്നത് ആണല്ലോ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ടുള്ളൊരു അന്വേഷണവും, ശരിക്കും പറഞ്ഞാൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം തന്നെ ആവശ്യമാണ്. സുപ്രീം കോടതിയുടെ ഇടപെടലൊക്കെ ആവശ്യമായിട്ടുള്ളൊരു പ്രശ്നമാണത്. അപ്പോൾ അത് രാഹുൽ ഗാന്ധി ഉയർത്തിയ സ്ഥലങ്ങളിൽ മാത്രമല്ല, തൃശ്ശൂർ മണ്ഡലവും അതിൽ പെടുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റേത് ഉൾപ്പെടെയുള്ള പാകപ്പിഴവുകൾ അന്ന് LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി തന്നെ അന്ന് പരാതികളൊക്കെ കൊടുത്തതാണ്. മാത്രമല്ല BJP അന്ന് അന്വേഷണ ഏജൻസികളെ ED ഉൾപ്പെടെ രംഗത്തിറക്കി വലിയ പണക്കൊഴുപ്പിലൂടെയാണ് ആ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ അതൊരു ദേശീയമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതും പാർട്ടി ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾ അതിൽ തീരുമാനമെടുക്കേണ്ടതാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.